വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വീനെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ക്യാൻവാസ് എടുത്ത് രണ്ടായിട്ട് മടക്കി അതിൽ 4 ഇഞ്ച് വിഡ്ത്തും 8.5 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തുക. അതിനുശേഷം അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് വി ഷേപ്പിൽ വരച്ചെടുക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ. അതിനുശേഷം അതിന്റെ മുകളിലത്തെ ഭാഗം ഒരു 1/4 ഇഞ്ചും കൂടി വരച്ചെടുക്കുക. അതിനുശേഷം ആ വി നെക്കിലൂടെ അത് കട്ട് ചെയ്തെടുക്കുക. വരച്ച ഭാഗത്തുകൂടി അത് കട്ട് ചെയ്തെടുക്കുക. ആ 1/4 ഇഞ്ച് വിട്ട ഭാഗം വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ആ എക്സ്ട്രാ വരച്ച ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ മുകളിലത്തെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻവാസ് കിട്ടും. അത് ഒരു ഫാബ്രിക്കിൽ വെച്ച് അയൺ ചെയ്തെടുക്കുക. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനുശേഷം ഫാബ്രിക്കിന്റെ നല്ല ഭാഗവും ഈ കട്ട് ചെയ്ത് വെച്ചതിന്റെ നല്ല ഭാഗവും ചേർത്ത് സെന്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വീനെക്കിന്റെ ഷേപ്പിലൂടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻട്രൽ ഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്യുന്നത് അത് നീങ്ങി പോകാതിരിക്കാനാണ്. വീനെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ സെൻട്രൽ എത്തിയാലൊന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന്റെ സീം അലവൻസ് ഒരു 1/4 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ പുറകോട്ടോ മുന്നിലോ എങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതേപോലെ നല്ല നീറ്റിലായിട്ടും പെർഫെക്റ്റ് ആയിട്ടും വീനെക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.